കേരളത്തിൽ വിപുലമായ ചടങ്ങുകളോടെ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. IS പോലുള്ള സംഘടനകൾ മുസ്ലിം വിശ്വാസത്തിന് എതിരാണെന്ന സന്ദേശം പകരുന്നവയായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ. ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, സെൻട്രൽ സ്റ്റേഡിയം, പുത്തിരിക്കണ്ടം മൈതാനം തുടങ്ങിയിടങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് പാളയം ഇമാം VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. IS പോലെയുള്ള ഭീകര സംഘടനകൾ ഇസ്ലാം വിശ്വാസങ്ങൾക്കെതിരാണെന്ന് പെരുന്നാൾ സന്ദേശത്തിൽ പാളയം ഇമാം പറഞ്ഞു. ലോകത്ത് ഇസ്ലാം സമർപ്പിച്ച മുഴുവൻ മാനവിക മൂല്യങ്ങളുടെയും കടക്കൽ കത്തിവെക്കുകയാണ് IS അടക്കമുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളെന്ന് തുറന്ന് പറയുവാൻ സഹോദരങ്ങളെ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. സമ്പൂർണമായ ത്യാഗത്തിന്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് ഓരോ ഇസ്ലാം മതവിശ്വാസിയും ആചരിക്കുന്ന ബലിപ്പെരുന്നാളിന് മധ്യകേരളത്തിലും നിരവധി ആളുകളാണ് നമസ്കാരത്തിനെത്തിയത്. കൊച്ചിയിൽ ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ നമസ്കാരത്തിനായി എത്തിച്ചേർന്നു. നമസ്കാരത്തിന് ശേഷം പരസ്പരം കെട്ടിപ്പിണർന്ന് ആശംസകൾ നേർന്നാണ് ഓരോ വിശ്വാസിയും വീടുകളിലേക്ക് മടങ്ങിയത്. കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലും കലൂർ സ്റ്റേഡിയത്തിലുമാണ് ഈദ്ഗാഹുകൾ പ്രധാനമായും സംഘടിപ്പിച്ചത്. മറൈൻ ഡ്രൈവിലെ നമസ്കാരത്തിന് ഇസ്മായിൽ കങ്കടപ്പടിയും കലൂർ സ്റ്റേഡിയത്തിലെ നമസ്കാരത്തിന് നസറുദ്ദീൻ റഹ്മാനിയും നേതൃത്വം നൽകി. തൃക്കാക്കരയിൽ മുനിസിപ്പൽ ഗ്രൗണ്ട് ഈദ്ഗാഹിൽ സൈഹുദ്ദീൻ സലാഹിയും എറണാകുളം സെൻട്രൽ മസ്ജിദിൽ അജാസുൽ കൗസരി അൽ ഖാസ്മിയും നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി. മലബാറിൽ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ MI അബ്ദുൽ അസീസ് നേതൃത്വം നൽകി. ദൈവകൽപ്പന അനുസരിക്കാൻ വിധിക്കപ്പെട്ടവനാണ് മനുഷ്യനെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ബലിപെരുന്നാൾ. ഒപ്പം വിവിധ മതസ്ഥർ തമ്മിലുള്ള ഐക്യവും ശക്തിപ്പെടുത്തണമെന്ന സന്ദേശവും നൽകുന്നു. തിരുവനന്തപുരത്തു നിന്നും രഘുനാഥ് നാരായണനും കൊച്ചിയിൽ നിന്നും അനിൽ ജോർജിനുമൊപ്പം രമ്യശ്രീ രാധാകൃഷ്ണൻ, റിപ്പോർട്ടർ, കോഴിക്കോട്.